ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസിൻ്റെ ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണ്. എന്താണെന്നല്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് സീസൺ ടൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ വരുന്ന സമയങ്ങളിൽ ഒരേ റൂമിൻ്റെ അവൈലബിലിറ്റി ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീംസോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സൊക്കെ വിളിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ളൊരു വലിയ സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിലെ റൂംസിൻ്റെ അവൈലബിലിറ്റി ജസ്റ്റ് ഒരു ലിങ്ക് വഴി അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ റൂംസിൻ്റെ അവൈലബിലിറ്റി ലൈവായിട്ട് കാണാൻ പറ്റും. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ, അതായത് എങ്ങനെയാണ് കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ തന്നെ റൂംസ് സെലക്ട് ചെയ്യുന്നതും ചെക്ക് ഇൻ ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും ഒക്കെ കൊടുക്കുന്ന കാര്യം. അപ്പോൾ അതിന് കറസ്പോണ്ട് ആയിട്ട് തന്നെ നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന കലണ്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആവും. ഏത് ഡേറ്റിനാണോ സെലക്ട് ചെയ്തിരുന്നത് അതിനനുസരിച്ച് ഡേറ്റ് ബ്ലോക്ക് ആയിക്കോളും. ഈ ബ്ലോക്കായ ഡേറ്റിൻ്റെ അവൈലബിലിറ്റി കലണ്ടർ അല്ലെങ്കിൽ അവൈലബിലിറ്റി ചാർട്ട് നിങ്ങൾക്ക് ലിങ്ക് വഴി അയച്ചു കൊടുക്കാം. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺഫർമേഷൻ വൗച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിലിപ്പോൾ നിങ്ങൾ ഒരുപാട് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം പാസ്റ്റ് ഡേറ്റിലുള്ളതായിരിക്കും. അപ്പം നമുക്ക് ഒരു കൺഫർമേഷൻ വൗച്ചറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഇനി വരാൻ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമ്മളൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. പതിനഞ്ച് ചെക്ക് ഇൻ 16 ചെക്ക് ഔട്ട് കൊടുത്തു. കപ്പിൾസാണ്, 2 അഡൽട്സാണ് വരുന്നത്. അവരുടെ മീൽസ് പ്ലാൻ CP സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് കേവ് റൂമാണ് വേണ്ടത്. ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഓർത്ത് വെക്കുക, 15 ചെക്ക് ഇൻ 16 ചെക്ക് ഔട്ട്. നമ്മളത് സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഡേറ്റിൽ കലണ്ടർ സിസ്റ്റത്തിൽ ഡേറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റൂമിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കലണ്ടർ സിസ്റ്റത്തിലേക്ക് വരുന്നു. കലണ്ടർ സിസ്റ്റത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് റൂംസിൻ്റെ പേരും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിൽ കേവ് റൂം സെലക്ട് ചെയ്യാം. കേവ് റൂം നമുക്ക് ടോട്ടൽ വരുന്ന കേവ് റൂംസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ബുക്കിംഗ് കൊടുത്തത്. കണ്ടില്ലേ, ഇവിടെ 15 അന്നത്തെ അവൈലബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 2 കേവ് റൂംസാണ് വരുന്നത്. അതിൽ 2 റൂംസും ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കലണ്ടർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആ ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് അന്നത്തെ ഡേറ്റിൽ കേവ് റൂം കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വൗച്ചറും നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വൗച്ചറിലും സെയിം ഡേറ്റാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൽ സോൾഡ് ഔട്ട് കാണിക്കുന്നത്. ഇനി നമ്മൾ വേറൊരു ഡേറ്റാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് പൂൾ ഇല്ല സെലക്ട് ചെയ്യുന്നു, അതിൽ അഡ്വാൻസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിനി നോക്കുന്നത്, നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കലണ്ടർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുന്നു. അതിൽ 1 BH ബാൽക്കണി വില്ലയാണ് നമ്മൾ നോക്കിയത്. പ്രൈവറ്റ് പൂൾ ഇല്ല. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ 15-ാം തീയതി സോൾഡ് ഔട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് റെഡ് മാർക്കിൽ വന്നിട്ടുണ്ട്, സോൾഡ് ഔട്ട് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രാവൽ ഏജൻസീസിനോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോ അയച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ഷെയർ ചെയ്യാനുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്കോ അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ആ ലിങ്ക് ഉണ്ടാവുക. ആ ലിങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിൽ അവർക്ക് അവൈലബിലിറ്റി കലണ്ടർ കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ലൈവായിട്ട് കാണാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊക്കെ ഡേറ്റിൽ കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു അതിന് കറസ്പോണ്ടായിട്ട് ഇതിലെ ഡേറ്റിൽ റൂമിൻ്റെ എണ്ണം കുറഞ്ഞ് വന്നോളും. 0 ആണെങ്കിൽ അത് ബ്ലോക്കഡ് ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ അവർക്ക് എപ്പോഴും നിങ്ങളിങ്ങനെ വിളിച്ചിട്ട് വീണ്ടും ഒരേ ഡേറ്റിലെ അവൈലബിലിറ്റീസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡേറ്റ്സിലെ അവൈലബിലിറ്റി ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഇനി ഈ രീതിയിലും കാണാം. ഇനി അതല്ല സിംഗിൾ റൂം വ്യൂസ് ആയിട്ട് കാണണമെങ്കിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ 2BHൻ്റെ കംപ്ലീറ്റ് അവൈലബിലിറ്റി ആണ് വരുന്നത്. ഇനി 1BH പ്രൈവറ്റ് പൂൾ വില്ല ഏതൊക്കെ ഡേറ്റിലാണ് ബുക്ക്ഡ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. 2BH പ്രൈവറ്റ് പൂൾ വില്ലതും അത് കാണാം. അങ്ങനെ ഓരോ റൂംസ് എത്ര കാറ്റഗറീസ് ഉണ്ടോ ഓരോ കാറ്റഗറി റൂംസിൻ്റെ അവൈലബിലിറ്റി കലണ്ടർ ഈ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്.